ഈശോയിലേറ്റവും എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ സ്നാപയോനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് വായിച്ചു കേട്ടത്. നമ്മൾ പറയുകയാണ്, ദൈവം അയച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ വന്നത് എന്തിനാണ്? സാക്ഷ്യം നൽകാനാണ്. ആർക്ക് സാക്ഷ്യം നൽകാൻ? വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നു എന്നാണ് പറയുന്നത്. ഈ വെളിച്ചം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചതാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്നുള്ള ആ വചനഭാഗം ഇതിന് തൊട്ട് മുമ്പുള്ള വചനഭാഗമാണ്. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ വെളിച്ചം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്നാപയോനാന്റെ ഏറ്റവും വലിയ കടമ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് സാക്ഷി നൽകാനായിട്ട് വന്നു എന്നുള്ളതാണ്. ക്രിസ്തുമസിന് തൊട്ട് മുമ്പുള്ള ഒരു ദിവസം ക്രിസ്തുവിന് സാക്ഷി നൽകിയ സ്നാപയോനെ കുറിച്ച് സഭ പറയുന്നത് എന്തിനായിരിക്കും? അത് പറയുന്നത് ആകെ ഒറ്റ ലക്ഷ്യം മുൻനിർത്തിയാണ് സഭക്കാര് നമ്മളോട് പറയുന്നത്. സ്നാപയോനെ പോലെ നീയും ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്നവനാണ്. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം നൽകുന്നതാകും. ചുമ്മാ ഒരു ആഘോഷത്തിനപ്പുറത്ത് വലിയൊരു ആത്മീയത നമ്മുടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് കൂട്ടായിട്ടുണ്ടാകും. ഏറ്റവും നല്ല ആഘോഷങ്ങളിൽ ഒന്നാണ് ഈ ക്രിസ്മസ് ആഘോഷം എന്ന് നമുക്കറിയാം. അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയ്ക്ക് സാക്ഷി നൽകാനായിട്ടുള്ള ഒരു അവസരമായിട്ട് തീർക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കൂടുതൽ ഈശോയിലേക്ക് വളരുവാനും ആത്മീയതയിൽ ഏറ്റവും കൂടി ഈശോയുടെ അടുത്ത് നിൽക്കുവാനായിട്ട് നിർത്തുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.